Salma ma'am, Shefina ma'am, okay alle? Shall we start? Yes, Yes. ma'am. Okay. Both of you all the best. നന്നായി ചെയ്യൂ കേട്ടോ. Sure, ma'am. Shall we start, ma'am? Yes, please. Hello, everyone. A very warm and happy evening to all of you. എല്ലാവരും ഇന്നത്തെ സെഷന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? As today's topic is something very important, healing from within, a journey to emotional well-being. എൻ്റെ പേര് സൽമാൻ ഓഫർ, വിംബിൾ അക്കാഡമിയുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലെ 25th ബാച്ചിലെ മെമ്പറാണ്, ഒരു ടീച്ചറും കൂടിയാണ്. വിംബിൾ അക്കാഡമിയുടെ കീഴിൽ വളരെ മികച്ച രീതിയിൽ നടന്നു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിൽ എന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മുടെ അറിവുകളും അനുഭവങ്ങളും പങ്കുവെക്കുന്ന ഒരു വേദിയാണിത്. അതിലൂടെ ചുറ്റുമുള്ളവരെ സഹായിക്കാനും അവരുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയുന്ന ഒരു അനുഗ്രഹീത കല തന്നെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇത്തരം കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് വിംബിൾ അക്കാഡമിയുടെ ട്രെയിൻ ദി ട്രെയിനർ എന്ന ഈ പ്രോഗ്രാം. ഈ കോഴ്സ് എനിക്ക് തന്ന എക്സ്പീരിയൻസ് വളരെ വലുതാണ്. കോൺഫിഡൻറ്റോട് കൂടി ഒരു കൺസെപ്റ്റ് അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് എന്നെ വളർത്തിയെടുത്തത് ഈ ഒരു വിംബിൾ അക്കാഡമിയുടെ ഒരു പ്രോഗ്രാമാണ്. ഈ യാത്രയിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഇന്നത്തെ സ്പെഷ്യൽ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ടുഡേസ് ടോപ്പിക് ഈസ് all about the importance of emotional well-being. Emotional well-being is essentially how you feel about yourself or how you handle the ups and downs in your life. നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ ഹീൽ ചെയ്യാം, ഇത്തരം വിഷയത്തെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. To guide us through this journey, I'm honored to introduce our speaker today. He is a dedicated consultant psychologist and a gifted tutor, and she is postgraduate in MA Psychology, Mrs. Shefina ma'am. അവരുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസസും ലൈഫ് എക്സ്പീരിയൻസസും അവരുടെ അച്ചീവ്മെന്റ്സും ഇന്ന് നമ്മളിലേക്ക് പകർന്നു നൽകാനാണ് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ഇവിടെ എത്തിയിരിക്കുന്നത്. So with great pleasure, I welcome you ma'am to this session. തീർച്ചയായും ഇന്നത്തെ ഈ സെഷൻ നമ്മൾ ഓരോരുത്തർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ ബിഫോർ ഐ ഹാൻഡ് ദ മൈക്രോഫോൺ, ജസ്റ്റ് എ ക്വിക്ക് റിമൈൻഡർ, പ്ലീസ് കീപ് യുവർ മൈക്രോഫോൺസ് മ്യൂട്ടഡ് ആൻഡ് ലിസൺ കെയർഫുള്ളി ആൻഡ് ഫീൽ ഫ്രീ ടു യൂസ് യുവർ ചാറ്റ് ബോക്സ് ടു ഷെയർ യുവർ റിഫ്ലക്ഷൻ ഓർ ക്വസ്റ്റ്യൻസ് ത്രൂ ഔട്ട് ദ സെഷൻ. Once again, I welcome each and every wonderful person gathered here. And Shefina ma'am, I welcome you again to lead this session. And now the floor is yours. Thank you. Thank you, Salma ma'am. Thank you all. Good evening. എല്ലാവരും ഇന്ന് എന്റെ ടോപ്പിക് കണ്ടു കാണും. അത് ഹീലിംഗ് ഫ്രം വിത്തിൻ എ ജേർണി ടു ഇമോഷണൽ വെൽബീയിങ്. അതായത് നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്നർ ഹീലിംഗ്. അതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഷെഫീന, വെൽനസ് ട്രെയിനറാണ്. ഇപ്പൊ അടുത്ത നെക്സ്റ്റ് ഒരു വീക്കിനുള്ളിൽ നിങ്ങളുടെ മനസ്സിലുള്ള മാനസികമായ പിരിമുറുക്കങ്ങളും ആങ്സൈറ്റികളും നിങ്ങളുടെ വിഷമങ്ങളും ഒക്കെ മാറാനുള്ള ഒരു റെമഡിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, എന്നെ കേൾക്കാനായി വന്നിരിക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇമോഷണൽ വെൽബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമല്ല. നമുക്കെല്ലായ്പ്പോഴും പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് പരിഹാരം കാണണം എന്നുള്ളൊരു ചിന്താഗതിയുള്ളവരാണ് അല്ലെ? നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹാരം കണ്ടിരിക്കണം, അങ്ങനെ ഒരു ചിന്താഗതിയാണ്. നമുക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു പനിയുടെ ഒരു ലക്ഷണം തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഗുളിക എടുത്തു കഴിക്കും ഇല്ലേ? അത് നമുക്ക് പെട്ടെന്ന് മാറണം എന്നുള്ളൊരു ചിന്തയാണ്. എന്നാൽ ഇമോഷണൽ വെൽബീയിങ് എന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമല്ല. അത് നമ്മളിൽ തന്നെ ഉള്ള ഒരു ഹീലിംഗ് ആണ് നമുക്ക് നടക്കുന്നത്.
അപ്പോ നമുക്ക് നിങ്ങളിൽ ആർക്കെങ്കിലും സത്യസന്ധമായിട്ട് പറയാൻ കഴിയോ എനിക്ക് സുഖമാണെന്ന്? അങ്ങനെയുള്ളവരൊന്ന് യെസ് എന്നൊന്ന് കമന്റ് ചെയ്തേ. അല്ലാത്തവര് നോ എന്നും കമന്റ് ചെയ്യും. നമ്മൾ പലപ്പോഴും എല്ലാവരോടും പറയും നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റി വെച്ചിട്ട് എനിക്ക് സുഖമാണ്, അതല്ലെങ്കിൽ എനിക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഉള്ളില് നമുക്ക് ഉള്ളിനോട് നമ്മൾ ചോദിച്ചു നോക്കൂ, നമുക്ക് യഥാർത്ഥത്തിൽ സുഖമാണ്. അങ്ങനെ സുഖമാണെന്നുള്ളവരെ യെസ് എന്ന് പറയാ, അല്ലാത്തവര് നോ എന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ചിലരൊക്കെ യെസ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും ഇല്ലേ? നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, മരുന്ന് കഴിക്കും, നമ്മൾ അവർ പറയുന്നത് പോലെ റെസ്റ്റ് എടുക്കും. അതേസമയം നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു തളർച്ചയോ ഒരു വേദനയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങും. അപ്പോ നമ്മൾ ഇങ്ങനെ അടക്കി പിടിച്ചു വെക്കുന്ന നമ്മുടെ വികാരങ്ങളെ നമ്മുടെ ഉള്ളിൽ ഒരു മുറിവുകളായിട്ട് രൂപപ്പെടും. ഇത്തരം മുറിവുകളെ കുറിച്ചും ആ മുറിവുകളെ എങ്ങനെ ഹീല് ചെയ്ത് നമ്മൾ ഒരു ഇമോഷണൽ വെൽബീങ്ങിൽ എത്താം എന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി ഒരു യാത്ര പുറപ്പെടാം. എല്ലാവരും റെഡിയാണ്? അതായത് നമ്മുടെ ഉള്ളിലെ മുറിവുകളെ കുറിച്ച് പഠിക്കാനും നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനും പഠിക്കുന്ന ഒരു യാത്ര. നമ്മുടെ ഗിൽറ്റും നമ്മുടെ ഭയവും ഒക്കെ മാറ്റിവെച്ച് നമ്മൾ ഒരു ഇമോഷണൽ വെൽബീങ്ങിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര. നമുക്ക് പോവാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളില് നമ്മുടെ മനസ്സില് നമ്മുടെ ജീവിതത്തില് വലിയ മാനസികമായ പിരിമുറുക്കങ്ങൾ നടന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഒരു പഴയൊരു ഫ്രണ്ടിനെ കണ്ടുമുട്ടാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ? എനിക്ക് സുഖാണ്. നമ്മുടെ വിഷമങ്ങളൊന്നും നമ്മൾ അവരെ അറിയിക്കില്ല അല്ലേ? എനിക്ക് സുഖാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെ എനിക്ക് തിരക്കിലായത് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാതിരുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയാം. പക്ഷെ നമ്മളുടെ ലൈഫിൽ വലിയൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സ്ത്രീ, അവരുടെ കയ്യിൽ ഒരു ചെറിയൊരു മുറിവുണ്ടായി. അപ്പൊ അവര് വിചാരിച്ചു അതൊരു ചെറിയ മുറിവല്ലേ, അവരതും കൊണ്ട് നടന്നു, മരുന്നൊക്കെ പുരട്ടി അങ്ങനെ കൊണ്ടു നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മുറിവ് വലുതായപ്പോൾ എന്തുണ്ടായി? അവർക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നു. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മുറിവ് ചെറുതായിരുന്നപ്പോൾ ചികിത്സിക്കുകയായിരുന്നെങ്കിൽ ചെറിയൊരു മരുന്ന് കൊണ്ട് സുഖപ്പെടുമായിരുന്നു. അതേസമയം ഇപ്പോൾ അത് ഗുരുതരമായി, അപ്പൊ ഇനി ചെറിയ മരുന്ന് കൊണ്ട് നടക്കില്ല. അപ്പോ അതുപോലെയാണ് നമ്മൾ ഇങ്ങനെ അടക്കി പിടിച്ചു വെക്കുന്ന നമ്മുടെ വികാരങ്ങള് നമ്മുടെ മനസ്സില് ആഴത്തിലുള്ള മുറിവുകൾ തീർക്കുന്നത്. അപ്പോ ഇങ്ങനെ അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഇത്തരം മാനസികമായിട്ടുള്ള ഇത്തരം വികാരങ്ങളെ നമ്മൾ അടക്കി പിടിച്ചു വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കത് വലിയൊരു ആഴത്തിലുള്ള മുറിവാണ് നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ നമ്മളെ മനസ്സിലേൽക്കുന്ന ഈ മുറിവുകൾ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ടോ? അത് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും തമ്മിൽ ഒരു സൊമാറ്റിക് കണക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം വരുമ്പോൾ എന്തുണ്ടാവാം? ചിലവർക്ക് എപ്പോഴും തലവേദന ഉണ്ടാവും, അല്ലെങ്കിൽ പുറം വേദന, അതല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കക്കുറവ്, ശ്വാസം എടുക്കാനുള്ള ചോക്കിങ്. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വന്നു ചേരുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പോ പ്രധാനമായിട്ടും നമുക്ക് 3 തരം മുറിവുകളുണ്ട്. ഒന്നാമത്തേത് അബാൻഡൻമെന്റ് വോണ്ട്, അതായത് ഒറ്റപ്പെട്ടു പോകുന്നുള്ള ഒരു ഭയം. അതായത് നമ്മളെല്ലാവരും ഒരു മാസ്ക് ധരിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം, യഥാർത്ഥ മുഖം എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പോ നമുക്ക് നമ്മുടെ ആ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഇട്ടിട്ട് പോകുന്നു, എന്റെ ഫ്രണ്ട്സ് എന്നെ ഇട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സ് എന്നെ പരിഗണിക്കില്ലേ എന്നൊക്കെയുള്ള ഒരു ഭയം, അതുകൊണ്ട് വരുന്ന ഒരു മുറിവുകൾ. രണ്ടാമത്തേത് വെർത്ത്നെസ് ഡെഫിസിറ്റ്, അതായത് താൻ പോരാ എന്നുള്ള ഒരു തോന്നല്.
അപ്പോ നമ്മളുടെ ഉള്ളിലൊക്കെ ഒരു ചിന്താഗതി ഉണ്ട്, എപ്പോഴും നമ്മൾ വിജയിച്ച് നല്ല ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് വാങ്ങിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചാൽ മാത്രമേ തനിക്ക് വിലയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവരെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മൾ പറഞ്ഞുകൂടാ, എങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് വിലയുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവും. അടുത്തത് പറയുന്നത് ബിട്രയൽ ഗാർഡ്, അതായത് വഞ്ചിക്കപ്പെടും എന്നുള്ള ഒരു ഭയം. പണ്ട് ആരെങ്കിലും നമ്മളെ ചതിച്ചു, അതിന്റെ പേരില് നമ്മള് മറ്റുള്ളവരെ ഒന്നും വിശ്വസിക്കാതെ നമ്മുടെ മനസ്സിന് ചുറ്റും ഒരു വേലി കെട്ടി ജീവിക്കാം. അതായത് അങ്ങനെയുള്ളവർ ഒരു സന്തോഷത്തെയും നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള 3 തരം മുറിവുകളാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മളിൽ പലർക്കും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉള്ളവരാവും, അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മനസ്സിലുള്ള മുറിവുകൾ അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നോക്കാം. ഇപ്പോ നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും മുറിവുകൾ സംഭവിക്കാറുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മള് കിച്ചണില് പെരുമാറുമ്പോൾ, നല്ല പച്ചക്കറി അരിയുമ്പോഴോ മീൻ മുറിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ കൈകൾ മുറിയാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ പുറത്ത് നടക്കുമ്പോൾ ചില കല്ല് തട്ടി നമ്മുടെ കാലുകളിൽ മുറിവ് സംഭവിക്കാറുണ്ട്. അപ്പൊ ഇത്തരം മുറിവുകൾ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ മരുന്ന് പുരട്ടി ചികിത്സിക്കും, അല്ലെ? അപ്പോ ഇത്തരം മുറിവുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതേസമയം നമ്മുടെ മനസ്സിന് ഏൽക്കുന്ന മുറിവ് മറ്റുള്ളവർക്ക് കാണാനായിട്ട് കഴിയില്ല. അപ്പൊ ഇത്തരം മുറിവുകള് നമുക്കുണ്ടാവുന്നതിന് പലതരം കാരണങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ചിലരുടെ വാക്കുകൾ, ചിലവരുടെ കുത്തുവാക്കുകൾ നമ്മുടെ ഉള്ളിൽ ഒരു മുറിവായിട്ട് രൂപപ്പെട്ട് അവിടെ കിടക്കും. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും ഒരു നഷ്ടം, ആ നഷ്ടം, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു സുഹൃത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വിശ്വാസവഞ്ചന, അതുമല്ലെങ്കിൽ നമുക്കുണ്ടായ ജീവിതത്തിലുണ്ടായ ഒരു പരാജയം, അതല്ലെങ്കിൽ നമ്മുടെ ബാല്യകാലത്തുണ്ടായിട്ടുള്ള ചില വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ, അങ്ങനെ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ആരോടും പറയാണ്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന വേദനകൾ, ഇത്തരം വേദനകളൊക്കെ അടിഞ്ഞുകൂടി കിടന്നിട്ടാണ് നമ്മുടെ മനസ്സിൽ അത് മുറിവുകൾ രൂപപ്പെടുത്തുന്നത്. ഇത്തരം മുറിവുകള് പുറത്തുനിന്ന് ആരും നോക്കിയാൽ കാണുമൊന്നുമില്ല. പക്ഷെ ഈ മുറിവുകള് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ബന്ധങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസിനെയും നമ്മുടെ ലൈഫിനെയും ഒക്കെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോ ചില സമയം നമ്മളിപ്പോ ഫാമിലി ആയിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ്, അതല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞത് എന്തെങ്കിലും പറ്റാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്, അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള ദേഷ്യം വരുന്നത് ചിലപ്പോൾ ആ സമയത്തുണ്ടായ സംസാരം കൊണ്ടാവണം എന്നില്ല. അത് ചിലപ്പോൾ നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു മുറിവ് വർഷങ്ങളായി നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ആ മുറിവ് കൊണ്ടായിരിക്കാം പെട്ടെന്ന് നമ്മൾ റേസ് ആവുന്നത്. അപ്പോ ഇപ്പൊ ഒരു കുട്ടി വളരുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ കേൾക്കുന്ന ഓരോ വാക്കും അവരുടെ ഒരു ആത്മവിശ്വാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചില മുതിർന്ന ആളുകൾ കുട്ടികളോട് പറയുന്നത് കേൾക്കാം, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതല്ലെങ്കിൽ നീ പഠിച്ചിട്ട് നിനക്ക് ഒന്നും ആവാൻ പറ്റണില്ല, നീ അവളെ കണ്ടുപിടിക്കും, അവൾക്ക് നല്ല മാർക്കുണ്ട്, അതല്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഇത്തരം സംസാരങ്ങള് ചില മുതിർന്നവര് കുട്ടികളോട് പറയുന്നത് കേൾക്കാം. അപ്പൊ ഇത്തരം സംസാരങ്ങള് കുട്ടികളുടെ ഉള്ളിൽ ഒരു ഉണ്ടായിട്ട് കിടക്കും. അതൊരിക്കലും അവരുടെ മനസ്സിൽ നിന്നും മായില്ല. ഇനി കുട്ടികൾ വലുതായി അവരുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സിലേക്ക് ആദ്യം വരിക ഈ ചിന്തയാണ്. അതായത് എനിക്കൊന്നും കഴിയില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത അവരെപ്പോഴും ഭരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാനൊരു ആനയുടെ ഒരു കഥ പറഞ്ഞുതരാം. അതായത് ഒരു ആനേനെ ഒരു കയറ് കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോ ഇത് കണ്ടപ്പോൾ ഒരു വലിയൊരു ആനയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഒരു കുട്ടി ഈ ആനയുടെ പാപ്പാനോട് ചോദിച്ചു, ഈ ആനയ്ക്ക് ഈ കയറിനെ നിഷ്പ്രയാസം മുറിച്ചിട്ട് അതിന് രക്ഷപ്പെടാൻ പറ്റില്ലേ? എന്തിനാണ് ഈ ആനനെ കയറ് കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്? അപ്പൊ ഇത് കേട്ടപ്പോഴേ ആനയുടെ പാപ്പാൻ പറഞ്ഞു കൊടുത്തു, ഈ ആനനെ ചെറുപ്പത്തിലെ വലിയ ചങ്ങലയ്ക്കാണ് ഇട്ടിരുന്നത്. അപ്പോ ആ ചങ്ങലയ്ക്ക് ഇട്ടിരുന്ന സമയത്ത് ഈ ആന ഈ ചങ്ങല പൊട്ടിച്ച് അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. കുറെ ശ്രമിച്ചപ്പോൾ അതിന് മനസ്സിലായി എനിക്കത് പറ്റില്ല എന്നുള്ളത്.
പിന്നെ പിന്നെ അതിന് ശ്രമിക്കാതായി. അപ്പൊ ആ ആനയുടെ ഉള്ളിൽ ഒരു വിശ്വാസം രൂപപ്പെട്ടു, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ചങ്ങലയിൽ നിന്ന് മാറി കയറിൽ കെട്ടിയിട്ടപ്പോഴും കയറ് ആനയ്ക്ക് നിഷ്പ്രയാസം പൊട്ടിച്ച് പുറത്തു വരാനായിട്ട് പറ്റും. പക്ഷെ ആന അതിന് ശ്രമിക്കാതായി തുടങ്ങി. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും. അത് ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ചില പരാജയങ്ങള്, ചില വിമർശനങ്ങള്, ചില കുറ്റപ്പെടുത്തലുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗം ഇത് തന്നെയാണ്. ആ ഒരു വിശ്വാസത്തില് നമ്മൾ അങ്ങ് ജീവിച്ചു പോകും. പാസ്റ്റ് ഇസ് പാസ്റ്റ്, അത് നമ്മുടെ ഫ്യൂച്ചറിനെ ഒരിക്കലും ബാധിക്കില്ല എന്നുള്ളൊരു സത്യം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. അപ്പൊ ഇനി എല്ലാവരും ഒരു നിമിഷം ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്യും. ഒന്ന് മനസ്സിൽ എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് ചിന്തിച്ചു നോക്കും. അതായത് ഞാൻ 3 ക്വസ്റ്റ്യൻസ് പറയാം, അതിന്റെ ആൻസറുകൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒന്ന് പറഞ്ഞു നോക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവം അതെന്താണ്? എല്ലാവരും അതിനെ കുറിച്ച് ആലോചിച്ചോ? ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് പറ്റില്ല, എന്നാലും നമ്മളൊന്ന് ആലോചിച്ച് വെക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ സംഭവം ഇന്നും നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? അപ്പൊ ആ ഒരു സംഭവം മൂലം ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ ആ സംഭവം, ആ വേദന നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? എല്ലാവരും ആലോചിച്ചോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇന്നും ആ സംഭവത്തെ ചൊല്ലി നിങ്ങളെ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടോ? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനുള്ള ആൻസറുകള് നിങ്ങളുടെ മനസ്സിലൊന്ന് സത്യസന്ധമായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. നിങ്ങൾ എന്നോട് പറയണമെന്നില്ല, നിങ്ങളുടെ മനസ്സിലൊന്ന് പറഞ്ഞു. നിങ്ങൾക്കപ്പോ നിങ്ങളുടെ ഉള്ളിലുള്ള ആ വേദനയെ കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഹീലിംഗിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് നമ്മുടെ ഈ വേദനകളെ നമ്മൾ തിരിച്ചറിയലാണ്. നമ്മൾ ഒരിക്കലും മറന്നു കളയുന്ന വേദനകളെക്കാളും നമ്മൾ അംഗീകരിക്കാൻ പഠിക്കുന്ന വേദനകൾക്കാണ് പെട്ടെന്ന് ഹീലിംഗ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കാം. അതായത് എന്റെ വേദനയെ ഞാൻ നിഷേധിക്കില്ല, അതിനെ ഞാൻ അംഗീകരിക്കും. കാരണം അംഗീകരിക്കപ്പെടുന്ന മുറിവുകൾക്ക് പെട്ടെന്ന് സുഖപ്പെടാൻ കഴിയും. എല്ലാവരും തീരുമാനം എടുത്തോ? ഓക്കെ. യെസ് മാം. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ചില മുറിവുകൾ സുഖപ്പെടാത്തത് എന്നതിനെ കുറിച്ചൊന്ന് പറയാം. ചിലവര് പറയും നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വേദന പറ്റിയാൽ അത് കാലം മായ്ക്കും, അല്ലെ? പക്ഷെ എല്ലാ മുറിവുകൾക്കും ഇങ്ങനെ കാലം കൊണ്ട് മായില്ല. അതായത് ചില മുറിവുകൾ സുഖപ്പെടാൻ വർഷങ്ങൾ കഴിഞ്ഞാലും അതിന് സാധിക്കില്ല. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇത്തരം സുഖപ്പെടാത്ത ചില മുറിവുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മുറിവിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെ ആശ്രയിച്ചാണ് ഇതിങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ നമ്മളെ മനസ്സിലെ ഈ ഹീലിങ്ങിനെ തടയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾക്ക് പെയിൻ എന്ന ഒരു അക്രോണി യൂസ് ചെയ്തിട്ട് ഞാൻ അതിന് പറഞ്ഞു തരാം. പെയിൻ എന്ന വാക്ക് നമുക്കറിയാം, വേദന എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ തന്നെ ഈ പെയിനിലെ പി എന്ന വാക്ക് ഡിനോട്ട് ചെയ്യുന്നത് പ്രിറ്റൻഡിങ്, അതായത് നമ്മുടെ വികാരങ്ങളെ നമ്മൾ അടക്കി വെക്കുക. ഇപ്പോ ചെറുപ്പം മുതല് നമ്മളോട് പലരും പറയുന്നത് കേൾക്കാം, അങ്ങനെ വെറുതെ കരയാൻ പാടില്ല, നമ്മളെല്ലാം സഹിച്ച് ജീവിക്കണം, നമ്മൾ ഈ കാര്യങ്ങൾ പുറത്താരോടും പറയരുത്, അങ്ങനെ കുറെ കാര്യങ്ങള് ചില ആളുകള് നമ്മളെങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ ഇത്തരം സംഗതികളൊക്കെ കേൾക്കുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മുടെ ദുഃഖങ്ങളും നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ദേഷ്യം, നിരാശ, ഗിൽറ്റ്, ഇതൊക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ അടച്ചു വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുക. അപ്പൊ ഇങ്ങനെ അടച്ചു വെച്ച് ജീവിക്കുമ്പോൾ ഈ വികാരങ്ങൾ ഒരിക്കലും ഇല്ലാതാവുന്നില്ല. ഇത് പിന്നീട് മാനസിക സമ്മർദ്ദങ്ങളായിട്ട്, ആങ്സൈറ്റി ആയിട്ട്, ഉറക്കക്കുറവായിട്ട്, അല്ലെങ്കിൽ ദേഷ്യമായിട്ടൊക്കെ നമുക്ക് പുറത്തു വരും. അപ്പോ ഇങ്ങനെ വികാരങ്ങളൊക്കെ അടക്കി പിടിച്ചിട്ട് എനിക്കൊന്നുമില്ല, അല്ലെങ്കിൽ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിച്ചു തീർക്കും. അപ്പോ എന്താ നമുക്ക് കരയേണ്ട സമയത്ത് നമ്മൾ കരയില്ല. എന്ത് വേദന വന്നു കഴിഞ്ഞാലും ആരോടും പറയില്ല. നമ്മള് ഇതൊക്കെ ഉള്ളിലടക്കി നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാതെ നമ്മൾ ജീവിക്കും, അല്ലെ?
അപ്പൊ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അത് ഹീലിംഗ് വൈകിക്കാനായിട്ട് കാരണമാകും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അംഗീകരിക്കപ്പെടാത്ത വേദനകൾക്ക് ഒരിക്കലും സുഖപ്പെടാനായിട്ട് കഴിയില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോ ഒരു കഥ പറഞ്ഞുതരാം. ഒരു അധ്യാപകൻ ഒരു ഗ്ലാസ് വെള്ളം ഉയർത്തി പിടിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, ഈ ഗ്ലാസ്സിന് എത്ര വെയിറ്റ് കാണും? അപ്പൊ കുട്ടികൾ പറഞ്ഞു, പലരും പലതരം വെയിറ്റുകൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കുട്ടികളോട് വീണ്ടും ചോദിച്ചു, ഈ ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് എത്ര സമയം കയ്യിൽ ഉയർത്തി പിടിക്കാൻ പറ്റും? അപ്പൊ അവര് പറഞ്ഞു, കൂടുതൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അങ്ങനെ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, 1 മണിക്കൂർ നിങ്ങൾക്ക് ഈ ഗ്ലാസ് ഉയർത്തി പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാവരും പറഞ്ഞു, ഇല്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് പറ്റാത്തത്? അപ്പൊ പറഞ്ഞു, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ വേദനിക്കും, കൈക്ക് മരവിപ്പുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഗ്ലാസ് വെള്ളം താഴ്ത്തി വെക്കണം, അല്ലെ? അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഇത്തരം വികാരങ്ങളൊക്കെ അടക്കി പിടിച്ച് ജീവിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ നമ്മൾ ഇത്തരം ചിന്തകളും ഭാരങ്ങളും ഒക്കെ ഒന്ന് ഇറക്കി വെക്കാനായിട്ട് പഠിക്കണം എപ്പോഴും. ഇനി പെയിനിലെ രണ്ടാമത്തെ ലെറ്റർ എ. ഡിനോട്ട് ചെയ്യുന്നത് സെൽഫ് ബ്ലെയിം ആണ്, അതായത് സ്വയം കുറ്റപ്പെടുത്തല്. അതായത് ചിലർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ എന്റെ തെറ്റാണ്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. അതായത് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചത്, ഞാൻ കാരണമാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ സ്വയം ബ്ലെയിം ചെയ്ത് ജീവിക്കുന്നവരുണ്ടാവും, അല്ലെ? അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മൾക്ക് തെറ്റുകൾ സംഭവിക്കും. അപ്പൊ നമ്മൾ തെറ്റുകൾ സംഭവിക്കുമ്പോൾ എന്താണ്, ആ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് ജീവിതകാലം മുഴുവൻ ആ പേരും പറഞ്ഞ് നമ്മൾ സ്വയം പഴിച്ച് നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മള് സെൽഫ് ബ്ലെയിം ചെയ്യുന്ന ഒരു വിമർശകൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ നമ്മൾ ഈ വിമർശകൻ നമ്മളോട് പറയും, ഈ ഒരു പരാജയമാണ്, അതുകൊണ്ട് ഒന്നും കഴിയില്ല. അപ്പൊ ഈ വിമർശകൻ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയാൻ കഴിയണം, അത് ഇപ്പൊ എനിക്ക് കുറച്ച് സങ്കടം ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അത് മാറി എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തിരുത്താണ് വേണ്ടത്. ഇനി ഇതിന്റെ മൂന്നാമത്തെ ലെറ്റർ ഐ ആണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേഷൻ, അതായത് ഒറ്റപ്പെടൽ. നമുക്കിപ്പോ എന്തെങ്കിലും വേദനകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്, അതല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്ന് മറ്റുള്ളവരോട് ഒന്നും പറയാതെ അങ്ങനെ ജീവിക്കുന്ന ഒരു ടെൻഡൻസി കാണാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താണ്, അതും ഹീലിംഗ് വൈകിപ്പിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല ബന്ധങ്ങളിലൂടെയും അതുപോലെ തന്നെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെയും അതിൽ നിന്നൊരു സപ്പോർട്ട് തേടുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് ഹീലിംഗ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഷെയർ ചെയ്യുന്ന വേദനകളുടെ ഭാരം എപ്പോഴും കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുക. ഇനി പെയിനിലെ ലാസ്റ്റ് ലെറ്റർ എൻ, നാലാമത്തത് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെഗറ്റീവ് തിങ്കിങ്. അപ്പോ ചിലരുണ്ട് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്റെ ജീവിതം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എനിക്ക് സന്തോഷിക്കാനോ ഒന്നും അവകാശമില്ല, അല്ലെങ്കിൽ ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ എപ്പോഴും ഇവർക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ എന്താണ്, അത് നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുത്താണ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഹോപ്പ് നമുക്ക് നഷ്ടപ്പെടുത്താണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇത്ര ചിന്തകൾ മാറുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന് നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടും മാറും. അപ്പൊ നമുക്ക് ഇത് ഒന്നുകൂടി പറയാം. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി പ്രിറ്റൻഡിങ്, എ സെൽഫ് ബ്ലെയിം, ഐ ഐസൊലേഷൻ ആൻഡ് നെഗറ്റീവ് തിങ്കിങ്. അപ്പൊ നമുക്ക് ഈ 4 കാര്യങ്ങള് ആണ് നമ്മുടെ മനസ്സിന്റെ വേദനയെ അതല്ലെങ്കിൽ നമ്മുടെ മുറിവുകളെ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്ന 4 കാര്യങ്ങള്. അപ്പം നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുകയും അതിനെ മാറ്റുകയും ചെയ്യുകയാണ് ഹീലിംഗിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പടി. ഓക്കെ, ഇനി നമുക്ക് ഹീലിംഗിലേക്ക് നമുക്ക് നടന്നെത്താൻ പറ്റുന്ന ഒരു 7 പ്രായോഗികമായിട്ടുള്ള വഴികളെ കുറിച്ചിട്ട് പറഞ്ഞു. അത് നമുക്ക് ഹീലിംഗ് എന്ന ഒരു അക്രോണിം യൂസ് ചെയ്തിട്ട് പറയാം. അപ്പൊ ഹീലിംഗിലെ ഫസ്റ്റ് ലെറ്റർ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിയർ യുവർ ഹാർട്ട്, അതായത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക. അതായത് നമ്മളിൽ പലരും നമ്മുടെ സുഹൃത്തുക്കൾക്ക് നല്ലൊരു സഹായിയായിരിക്കും, അവരുടെ വിഷമങ്ങൾ കേൾക്കാനും അവരുടെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നമ്മൾ തയ്യാറാവും.
അതേസമയം ഇപ്പൊ അവർക്കൊരു വിഷമം വന്ന് നമ്മളോട് പറഞ്ഞാൽ പറയും പോട്ടെടാ നമുക്കതൊക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കും. പക്ഷെ ഇതേ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിന്റെ ഒരു ശബ്ദം നമ്മളത് കേൾക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മള് നമ്മുടെ സുഹൃത്തിനോട് കാണിക്കുന്ന അതേ കരുണയും സ്നേഹവും നമ്മൾ നമ്മളോട് തന്നെ കാണിക്കാൻ തയ്യാറാവണം. നമ്മള് വല്ലവരും ഒന്ന് സ്വയം ചോദിച്ചു നോക്കിയിട്ടുണ്ടോ, സത്യത്തിൽ ഞാൻ ഹാപ്പി ആണോ, അതല്ലെങ്കിൽ ഞാൻ ടയേർഡ് ആണോ? ഇങ്ങനെ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ വല്ലപ്പോഴും? നമുക്ക് ഇന്നർ ഹീലിങ്ങിന് ആദ്യം വേണ്ടത് നമ്മൾ നമ്മളോട് തന്നെ സ്നേഹവും കരുണയും കാണിക്കുകയാണ്. അപ്പോ ഒന്നാമത്തത് എച്ച് പറഞ്ഞു. നെക്സ്റ്റ് ലെറ്റർ ഇ. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് യുവർ ഇമോഷൻസ്. അതായത് നിങ്ങളുടെ വികാരങ്ങളെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് സങ്കടം വന്നാൽ കരയുക, സന്തോഷം വന്നാൽ ചിരിക്കുക, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആരെയും മുറിപ്പെടുത്താത്ത രീതിയിൽ അത് പ്രകടിപ്പിക്കുക. ചിലരുണ്ട് പറയും നമ്മളോട് കരയാൻ പാടില്ല, കരഞ്ഞാൽ നിങ്ങൾ വീക്കാണെന്ന് കരുതും. അപ്പൊ നമ്മൾ കരയാണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ അടക്കി പിടിച്ച് ജീവിക്കും. അപ്പൊ അത് നമുക്ക് നമ്മുടെ മനസ്സിനെ അത് മുറിപ്പെടുത്താണ് ചെയ്യുന്നത്. ഇനി ചിലരുണ്ട് കൂടുതൽ സന്തോഷം വന്നു കഴിഞ്ഞാൽ ചിരിക്കാൻ പാടില്ല, ചിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കരയേണ്ടി വരും. അപ്പോഴും നമ്മൾക്ക് തോന്നും സന്തോഷം വന്നു കഴിഞ്ഞാൽ അധികം ആഹ്ലാദിക്കണ്ട, അപ്പൊ നമ്മൾ ചിരിക്കാതെ നടക്കും. ഇനി വേറെ ചിലരുണ്ട് നമ്മുടെ ദേഷ്യങ്ങളൊക്കെ അടക്കി പിടിച്ചിട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി എല്ലാം ക്ഷമിച്ചു, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാവണമെന്നില്ല, പക്ഷെ അതൊക്കെ ക്ഷമിച്ച് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് പെട്ടെന്നായിരിക്കും ബേഴ്സ്റ്റ് ചെയ്യാം. നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കോട്ട് കേൾക്കാം, ക്ഷമാശീലന്റെ ദേഷ്യത്തെ നമ്മൾ കരുതിയിരിക്കുക എന്നത്. അതായത് ഇവര് ക്ഷമിച്ച് ലാസ്റ്റ് ആയിരിക്കും ഇവരുടെ എല്ലാ വിഷമങ്ങളും കൂടി ഇവര് പൊട്ടിത്തെറിക്കുക. അതുപോലെ തന്നെ കരയാതെ നടക്കുന്നവര് കുറെ കഴിയുമ്പോഴായിരിക്കും എല്ലാ വിഷമങ്ങളും കൂടിയിട്ട് ഇവര് നിന്ന് പൊട്ടിത്തെറിച്ചിട്ട് വരിക. അപ്പോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സംസാരിക്കാൻ തോന്നുമ്പോൾ നമ്മൾ സംസാരിക്കുക, കരയേണ്ട സമയത്ത് നമ്മൾ കരയുക, ചിരിക്കേണ്ട സമയത്ത് നമ്മൾ ചിരിക്കുക. നമ്മൾക്ക് വിശ്വാസമുള്ള ഒരാളോട് നമ്മുടെ എല്ലാ വിഷമങ്ങളും തുറന്നു പറയാനായിട്ട് നോക്കാം. ഇനിയിപ്പൊ അങ്ങനെ ഒരാളില്ല എങ്കിൽ നിങ്ങളൊരു ജേണൽ എഴുതുക, നിങ്ങളുടെ വിഷമങ്ങളും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുക ദിവസേന. ഇനി ദൈവവിശ്വാസിയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഇതൊന്നും കൂടാതെ നമുക്ക് ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗ് തേടാം. അങ്ങനെ നമ്മളെ ഇങ്ങനെ മനസ്സിൽ ഭാരം നമ്മൾ അടക്കി പിടിച്ചു വെക്കുന്ന വേദനയാണ് നമുക്ക് എപ്പോഴും ഒരു ഭാരമായിട്ട് വരുന്നത്. അപ്പൊ നമ്മളിത് തുറന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഭാരം കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇനി മൂന്നാമത്തത് പറയണത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്സെപ്റ്റ് യുവർസെൽഫ്. അതായത് നമ്മൾ സ്വയം അംഗീകരിക്കാം. അത് നമ്മൾ ഒരിക്കലും നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് കുറവുകളും കഴിവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനെ നമ്മൾ അംഗീകരിക്കുക. നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും നമ്മുടെ കഴിവുകളെയും എല്ലാം നമ്മൾ അംഗീകരിച്ചിട്ട് ജീവിക്കാനായിട്ട് പഠിക്കാം. അപ്പോ ചിലപ്പോൾ നമ്മുടെ കുറവുകളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ പറയണത് എൽ എന്ന് പറഞ്ഞാല് ലെറ്റ് ഗോ, അതായത് വിട്ടുകളയുക. നമ്മള് വർഷങ്ങളായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചില വേദനകള്, മുറിവുകള്, ഗിൽറ്റ്, പക, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ ഒന്ന് വിട്ട് കളയാം. ഇപ്പോ ചിലപ്പോ നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് എന്തെങ്കിലും നമ്മളെ വേദനിപ്പിച്ചതിന്റെ പേരിലുള്ള പക, അതല്ലെങ്കിൽ ദേഷ്യം, ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. നമ്മൾ അവരോടൊക്കെ ഒന്ന് ക്ഷമിക്കാൻ തയ്യാറാവുക. ഇങ്ങനെ ക്ഷമിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, അത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി എല്ലാവരും അങ്ങനെ വല്ല ദേഷ്യമോ പകയോ അങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിന് അത് എത്രമാത്രം സമാധാനം കിട്ടുന്നുണ്ട്. ഞാനൊരു സ്റ്റോറി കൂടി പറഞ്ഞു തരാം. ഒരു വലിയ കല്ല് 1 മണിക്കൂറോളം നമ്മള് കയ്യിൽ പിടിച്ച് നടക്കാണ്. കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം? നമ്മുടെ കൈ വേദനിക്കും അല്ലെ? അപ്പോ ഈ കല്ല് നമ്മൾ പിടിച്ചു നടക്കുമ്പോൾ നമ്മുടെ കൈ വേദനിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും പകകളും നമ്മൾ ഉള്ളിൽ വർഷങ്ങളോളം സൂക്ഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സംഭവിക്കുന്നത്. അത് നമ്മുടെ മനസ്സിന് തളർത്താണ് ചെയ്യുന്നത്.
ഇനി അഞ്ചാമത്തത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, അതായത് സ്വന്തത്തിൽ നിക്ഷേപിക്കുക. അതായത് സ്വന്തത്തിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാല് ഡെയിലി ഒരു 20-30 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കഥകൾ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, അതല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുക, നടക്കാൻ ഇഷ്ടമുള്ളവരെങ്കിൽ നടക്കാൻ പോകാം, പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാം. എന്തെങ്കിലും നല്ല സ്കില്ലുകൾ പഠിച്ചെടുക്കുക. ഇത്തരത്തില് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മൾ നീക്കി വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല. അത് നമ്മുടെ മനസ്സിനെ നമ്മൾ സ്നേഹിക്കാനും പരിപാലിക്കാനും വേണ്ടിയുള്ള ഒരു കാര്യം കൂടിയാണ്. ഇനി ആറാമത്തെ പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നർച്ചർ ഹെൽത്തി റിലേഷൻഷിപ്സ്, അതായത് ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരാം. ഇപ്പോ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നല്ലതാണ് എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരുമായിട്ട് മാത്രം കൂട്ടുകൂടാം. ഇനി ചില ആളുകൾ ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ കുറ്റങ്ങളെ കണ്ടെത്തുള്ളൂ, എപ്പോഴും നമ്മൾ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരിൽ നിന്ന് ഒരു ബൗണ്ടറി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളവര് ചിലപ്പോ നമ്മൾക്ക് നോ പറയേണ്ടി വരും. അപ്പൊ നമ്മൾ നോ പറയാനായിട്ട് പഠിക്കുക. അപ്പൊ ഈ നോ പറയുക എന്നുള്ളത് നമ്മുടെ സമാധാനം ത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാണ്ട് നമ്മുടെ ബന്ധങ്ങൾ അറുത്തു മാറ്റാനുള്ളതല്ല. ഇനി ഏഴാമത്തത് പറയുന്നത് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രോ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗ്രേസ്, അതായത് നന്ദിയോടുകൂടി നമ്മൾ വളരുക. അതായത് എല്ലാ ദിവസവും നന്ദി പറയാനായിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നന്ദി പറയാനായിട്ട് ഒരു 3 കാര്യങ്ങളെങ്കിലും നമ്മൾ കണ്ടെത്തി വെക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ശീലം ഉണ്ടാക്കിയെടുത്താൽ എന്താ ഉണ്ടാവുക, നമുക്ക് എല്ലാ ദിവസവും 3 കാര്യം എനിക്ക് നന്ദി പറയാൻ വേണം. അപ്പൊ നമ്മളൊരു 3 നന്മകളെങ്കിലും ഒരു ദിവസം നമ്മൾ ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ നമ്മളൊരു നന്ദിയുള്ള മനസ്സ് രൂപപ്പെടുത്തിയെടുക്കാം. ഈ നന്ദിയുള്ള മനസ്സ് നമ്മളിൽ ഹോപ്പ് വളർത്താണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹോപ്പ് വളരുമ്പോൾ നമ്മുടെ ഇന്നർ ഹീലിങ്ങിനെ അത് ശക്തിപ്പെടുത്തും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് H, ക്ലിയർ യുവർ ഹാർട്ട്, E, എക്സ്പ്രസ് യുവർ ഇമോഷൻസ്, A, accept yourself, L എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെറ്റ് ഗോ, I, invest in yourself, N, nurture healthy relationship, G, grow with gratitude and grace. അപ്പോ ഈ 7 കാര്യങ്ങളാണ് നമ്മളെ ഹീലിങ്ങിനെ സഹായിക്കുന്ന കാര്യങ്ങൾ. ഇനി ചില ആളുകളുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചില ദുരനുഭവങ്ങൾ, അതൊക്കെ നമ്മുടെ തെറ്റുകൊണ്ടാണ് വരുന്നത്, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിൽ നീങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്ന ഇത്തരം ദുരനുഭവങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തെറ്റുകൾ കൊണ്ടാവണമെന്നില്ല. അപ്പോ അതിൽ നിന്ന് തെറ്റുകൊണ്ട്, നമ്മുടെ തെറ്റുകൊണ്ടല്ല. അപ്പൊ നമ്മൾ അതിൽ നിന്ന് കയറേണ്ടത് എന്താണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോഴ് നമ്മൾ പെട്ടെന്ന് ഒരു കുഴിയിൽ വീണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ കരുതാ, കുഴി എടുത്തു വെച്ച ആള് വന്ന് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തട്ടെ എന്ന് കരുതി നമ്മൾ ആ കുഴിയിൽ തന്നെ കിടക്കുമോ? നമ്മൾ പരമാവധി ആ കുഴിയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാനല്ലേ നോക്കാം. അതുപോലെയാണ് അത് ഈ ഒരു ഇന്നർ ഹീലിങ്ങിന് വേണ്ടി, നമ്മളുടെ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടി ശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ചില ബന്ധങ്ങളിൽ നമ്മൾ എപ്പോഴും ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ നോ പറയാനായിട്ട് പഠിക്കാം. അതിപ്പോ മറ്റുള്ളവർക്ക് ദേഷ്യം തോന്നുന്ന കാര്യമായിരിക്കാം. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നോ പറയുമ്പോൾ അവർക്ക് ദേഷ്യം തോന്നും നമ്മളോട്. അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. കാരണം ഈ നോ പറയുന്നത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, നമുക്ക് സമാധാനത്തിന് വേണ്ടി. അപ്പൊ നമ്മള് ബന്ധങ്ങളിൽ ഒരു നോ പറയാനായിട്ട് ഒരു ഹെൽത്തി ബൗണ്ടറീസ് നമ്മൾ കീപ്പ് ചെയ്യും. ഇനി അതുപോലെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഏതൊരു പ്രതിസന്ധിക്ക് ശേഷവും ഒരു മനുഷ്യൻ കൂടുതൽ സ്ട്രോങ് ആവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിനോട് കൂടുതൽ നന്ദിയുള്ളവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഒരു പ്രതിസന്ധിക്ക് ശേഷം ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് അല്ല അവിടെ ഉണ്ടാവുന്നത്, എപ്പോഴും ഒരു പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോ നമ്മളൊരു കാര്യം ഓർക്കണം, ഈ ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു
ഋജുരേഖയല്ല, മറിച്ച് അതൊരു സ്പൈറൽ സ്റ്റെയർസ് പോലെയാണ്. അതായത് ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നും നമ്മൾ ലോകം കീഴടക്കിയെന്ന്. അതേസമയം ചില ദിവസം നമ്മളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ പഴയ സങ്കടങ്ങളൊക്കെ പൂർവാധികം ഭംഗിയോടുകൂടി തിരിച്ചു വരും. പക്ഷെ ഇത് ഒരിക്കലും നിങ്ങളുടെ ഒരു പരാജയമല്ല. കാരണം നമ്മള് ഓരോരുത്തരും മനുഷ്യരാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവാണത്. അപ്പൊ നമ്മള് ഇന്നർ ഹീലിംഗിലേക്കുള്ള യാത്രയിൽ ആദ്യം നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമില്ലാതിരിക്കലല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മനസ്സിനെ അറിയാനുള്ള ഒരു കൗതുകം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാനുള്ള ഒരു കരുത്ത്, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മുടെ സ്വന്തത്തിനെ ചേർത്ത് പിടിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മളോട് കരുണ കാണിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ യാത്രയിലെ എന്റെ കൂടെ ഉണ്ടായ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങളുടെ വിലപ്പെട്ട മറുപടിക്കും അഭിപ്രായങ്ങൾക്കുമായിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു ഷെഫീന മാം. മാം ഇന്ന് എടുത്ത സെഷൻ ഒരുപാട് പേർക്ക് ചിന്തിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയതിനെ കുറിച്ച് ചിന്തിക്കാനും, അതുകൊണ്ട് ജീവിതത്തിൽ ഇത്രയും കാലം പല സന്തോഷങ്ങളെയും ഇതെല്ലാം വേണ്ട വെച്ച് കുറെ സ്ട്രെസ്സൊക്കെ അനുഭവിച്ചതിന് ശരിക്കും ഒരു റീതിങ്കിങ്ങിനുള്ളൊരു അവസരം തന്നെയായിരുന്നു. നല്ലൊരു സെഷൻ എടുത്തതിന് ഒരുപാട് നന്ദി. ഈ ഒരു അവസരം ഫീഡ്ബാക്കുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ തന്നെ തുടങ്ങാം. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ കുറഞ്ഞ ഒരു 100 തവണയെങ്കിലും പലരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൽ മിക്കതും അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. മിക്കതും അപ്രായോഗികമായിട്ട്. ഞാനൊരു അപ്രിയ സത്യമാണ് പറയുന്നത്. കുറെ പറഞ്ഞു എക്സ്പ്രസ് എക്സ്പ്രസ് എക്സ്പ്രസ്. നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരാൾ കേൾക്കാനായിട്ട് ആളെ കിട്ടണം. ഇന്നത്തെ കാലത്ത് എല്ലാവരും ബിസി ബിസി. ഞാനിത് എൻ്റെ സ്വന്തം ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ബിസി. ഷെഫീനാജി, നിങ്ങളൊന്ന് വീഡിയോ ഓൺ ചെയ്യണേ, എനിക്ക് നിങ്ങളുടെ മുഖം കണ്ട് സംസാരിക്കണം. ഓക്കെ. ആ അപ്പോൾ ബിസി ബിസി ബിസി. നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞ് അതവർ ശ്രദ്ധിച്ച് കേട്ട് ഒന്നില്ലെങ്കിൽ കേൾക്കുന്ന അതിനു പോലും ഇന്ന് ആളെ കിട്ടത്തില്ല ഷെഫീനാജി, കിട്ടത്തില്ല. പിന്നെ എവിടെയാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്? ദാറ്റ് വെർച്വലി ഇമ്പോസിബിൾ. അത് തിയറിക്ക് പറയുമ്പോൾ കേൾക്കുമ്പോൾ കൊള്ളാം, എക്സ്പ്രസ് ചെയ്യണം, സപ്രസ് ചെയ്യരുത്, റിപ്രസ് ചെയ്യരുത്. റിയൽ വേൾഡിൽ നോ വേ. ഇനി അടുത്തത്, അഥവാ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നു, നിങ്ങളുടെ ചില പ്രശ്നങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നു, അത് കേൾക്കുമ്പോൾ കുറെ പേർക്ക് സന്തോഷമാണ്. ഇയാൾക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, എനിക്ക് ആ പ്രശ്നം ഇല്ലല്ലോ. അങ്ങനെയാണ് കുറെ പേര് സന്തോഷിക്കുന്നവരുണ്ട്. സൽമ തലയാട്ടുന്നുണ്ട്, അപ്പൊ അത് കാരണം സൽമാജി അത്. അങ്ങനെ കുറെ പേരുണ്ട്. വേറൊരാളുടെ കഷ്ടപ്പാട് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. അതെ, സോ ദാറ്റ് ഈസ് അനദർ തിങ്. എന്നിട്ട് ഇതിന് എന്താണ് ഞാൻ ചെയ്ത പരിഹാരം? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഹയർ പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനെന്നോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോക്ക് ടു ദാറ്റ് ഹയർ പവർ. ആ ഹയർ പവറുമായിട്ട് സംസാരിക്കണം. ആദ്യം അതൊരു അക്സെപ്റ്റ് ചെയ്യണം. ചില ലൈഫിൽ മിക്കതും സംഭവിക്കുന്നത് നമ്മുടെ കൺട്രോളിലില്ല. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ കൺട്രോളിൽ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആ ഒരു തെറ്റിദ്ധാരണ. ഈ ഇരിക്കുന്ന ഷെഫീനാജിയുടെ ആയാലും സൽമാജി ആയാലും ഈ ഇരിക്കുന്ന ഈ ഡോക്ടറായിട്ടുള്ള ഞാനായാലും ശരി, എൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, ഹാർട്ട് ഇത് ചെയ്യുന്നത് എൻ്റെ കൺട്രോളൊന്നും ഇല്ല. മെഡിക്കൽ ഡോക്ടറാണ്. മിക്കതും നമ്മുടെ കൺട്രോളിലല്ല. ഉറങ്ങാൻ കിടക്കുന്നു, ആ സമയത്തും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ. ദാറ്റ് ഇസ് ഔട്ട്സൈഡ് അവർ കൺട്രോൾ. അപ്പം ദർ ഇസ് എ ഹയർ പവർ വിച്ച് ഈസ് കൺട്രോളിങ് ദി ഹോൾ വേൾഡ്. അങ്ങനെ വരുമ്പോൾ ആ ഹയർ പവറിനോടത്ത് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇന്ന പ്രശ്നങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ ദൈവമേ അല്ലെ എന്താണെന്ന് വെച്ചാൽ വിളിച്ചോണ്ട് ഇത് എന്താണെന്നുള്ളത്. വെൻ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദാറ്റ് ഹയർ പവർ,
ആൻഡ് സഡൻലി നമ്മുടെ ഇൻസൈഡിൽ തന്നെ അതിനുള്ള സൊല്യൂഷൻസ് വരും, എന്ത് ചെയ്യണമെന്നുള്ളത്. സോ യു സ്പീക്ക് ടു നോട്ട് എ ഹ്യൂമൻ ബീങ്സിനെ സംസാരിക്കാൻ കിട്ടത്തില്ല നല്ലത്. ഒരു സൈക്കോളജിസ്റ്റ് പോയി കഴിഞ്ഞാൽ തന്നെ സൈക്കോളജി തന്നെ ബിസിയാണ്, അവരും റേഷനിങ് ആണ്. ഇത്രയും സമയം വെച്ചേച്ച് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് നാളെ വീണ്ടും ആ കാര്യത്തെ കുറിച്ച് ഇത് ചെയ്യണം. സൈക്കോളജിന് കിട്ടുമോ? ഇല്ല. അപ്പം ഫ്രണ്ട്സിനെയും കിട്ടത്തില്ല, സൈക്കോളജിനെയും കിട്ടത്തില്ല. നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ വേറെ ചിലർ പറയും ഇതെന്തെന്ന്, നിസ്സാരവൽക്കരിക്കും. ഇതൊക്കെയല്ലേ ശരിയാവുന്നേ, നിങ്ങൾ വെറുതെ ഒറിയടിക്കാതെ. അടുത്ത പറയുന്നതാണ് നിങ്ങൾ വെറുതെ ഒറിയടിക്കാതെ. അപ്പോഴെന്താണ്, നമ്മളുടെ ആ എമോഷണൽ പെയിനെ അവർ വാലിഡേറ്റ് ചെയ്യുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ വെറുതെ ഒറിയടിക്കുകയാണെന്നുള്ളത്. തീർന്നോ? അതും കൂടെ ആകുമ്പോൾ യു ഫീൽ മോർ ആംഗ്രി. സോ ഇത്രയും പറഞ്ഞാൽ നിർത്തുകയാണ്. അതുകൊണ്ട് ഈ പറയുന്നത് മിക്കതും വന്നിട്ട് അപ്രായോഗികമാണ്. ഇത് സ്വന്തം അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി, കുറച്ച് മാറിയിരുന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് ഒരു 4 പേര് നിങ്ങൾ പറയാൻ സംസാരിക്കാൻ നോക്കിയേ, കിട്ടത്തില്ല അത് കേൾക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഈ ഒരു വിഷയത്തിൽ ആർക്കും ആഡ് ഓൺ ചെയ്യാനില്ലെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ. Hi, Shafina ma'am. യെസ് മാം. നല്ല സെഷൻ ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു മാമിന്റെ. നല്ലൊരു ഫ്ലോ ഉണ്ട്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മാം സെലക്ട് ചെയ്തത്. എന്തായാലും മാമിന്റെ ഭാഗം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തില് നമുക്ക് റിലേറ്റബിൾ ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും ചേർച്ചകളൊക്കെ ഉണ്ടാവും. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു മാമിന്റെ ഭാഗത്ത് നിന്ന് മാം ചെയ്തത്. ഈ എഫേർട്ടിനും അതിനെടുത്ത എല്ലാ എനർജിക്കും ടൈമിനും എല്ലാത്തിനെയും വാല്യൂ ചെയ്യുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. അർച്ചനാജി ഒരു കാര്യം, അർച്ചനാജി ഒരു ലോയർ അല്ലേ? യെസ് പറഞ്ഞാണ് സർ. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ 1-2 കേസുമായിട്ട്, നാട്ടിൽ തന്നെ ഉള്ള കേസുമായിട്ട്, ഒരെണ്ണം 8 കൊല്ലമായി, പിന്നൊരെണ്ണം 7 കൊല്ലമായി. 1 മില്ലിമീറ്റർ പോലും അത് മുന്നോട്ട് നീങ്ങിയിട്ടില്ല. അപ്പോൾ അതിൽ വരുന്ന എമോഷണൽ ഇതുണ്ടല്ലോ, ആ ഷഫീനാജി ഉണ്ടാകുന്ന ഇന്നർ എമോഷണൽ ആയിട്ടുള്ള ആ പെയിൻ, അത് എവിടെ ചെന്ന് എങ്ങനെ റിലീവ് ചെയ്യും? ഞാൻ മുന്നോട്ട് പോകുന്നില്ല. ആരത്ത് പറഞ്ഞ ആര് നമ്മളെ സഹായിക്കാനായിട്ട്? എവിടെയാണ്? നോ വേ. അതിനി എപ്പോഴും തീരും? എപ്പോഴത് കേൾക്കും? അപ്പൊ ഇങ്ങനെ കുറെ ഇതുണ്ട് റിയാലിറ്റി. ആ വരുന്ന ഉള്ളിൽ വരുന്ന ആങ്കറിനെയും മറ്റേനെയും, പിന്നെ കുറച്ച് ഫിലോസഫി. ഏറ്റവും ബെസ്റ്റ് വെച്ചാല് റീഡ് ബുക്സ് ഓൺ ഫിലോസഫി വായിക്കുമ്പോഴാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ഏറ്റവും ഇത് സിമ്പിൾ സജഷൻ. അങ്ങനെ ഇതിങ്ങനെ തന്നെ, ഇത് ഔട്ട്സൈഡ് മൈ കൺട്രോൾ. എന്ന് കോടതിയിൽ ഇതാവും, എപ്പോഴും നടക്കും. അതുകൊണ്ട് അർച്ചനാജിക്ക് തന്നെ അറിയാം എപ്പോഴാണ് ഇല്ല. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വെറുതെ എന്തിനാണ് ഇരുന്ന് വിഷമിക്കുന്നത്? ദാറ്റ് ഈസ് ദി സെൽഫ് ടോക്ക്. മൈ സെൽഫ് വക്കീലിനെ ടോക്ക്. മാറ്റി നോക്കിയാലോ വേണം സർ? വക്കീലും എല്ലാം മാറ്റി, 2-3 വക്കീലന്മാരൊക്കെ മാറ്റി നോക്കി. ഇത് എല്ലാവരും പറയുന്ന കോടതിയിൽ മറ്റേതാണ്. കോടതിയിൽ പറയാണ്, സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്, ഒരു 15 കൊല്ലത്തിന് മുമ്പുള്ള ആദ്യം എത്രയോ കെട്ടിക്കിടക്കുന്നു, അതിനെ ആദ്യം നോക്കിയിട്ട് പിന്നെ ഇതിലോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയാണ്. സിവിൽ ആയതും തന്നെ. സോ വാട്ട് ഡു ഐ ഡു? സുപ്രീം കോടതി അതാണ് അവർ പറയുന്ന ആൻസർ. എല്ലാം നോക്കി. അപ്പൊ അവസാനം ഇതാണ്, ദിസ് ഈസ് ഔട്ട്സൈഡ് മൈ കൺട്രോൾ. അടുത്തത് പിന്നെ അത് when it is outside my control, I should stop worrying, feeling angry. നടക്കുന്നെങ്കിൽ നടക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് സെറ്റോട്ട് ഞാൻ മാറുകയാണ്. എപ്പോഴും വരും, നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഞാൻ എൻ്റെ ഭാഗം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ കുറെ മാറിക്കിട്ടി. എന്നിട്ട് പിന്നെ അർച്ചനാജി, ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊരു ഹിന്ദു ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നു, ഹിന്ദു ഫിലോസഫിയിലേക്ക് വിശ്വസിക്കുന്നു വിചാരിക്കുന്നു. അപ്പോഴ്
ഈ ഹിന്ദുയിസത്തിൽ മാത്രമേ ഉള്ളൂ എൻ്റെ അറിവിൽ പുനർജന്മമൊക്കെ ഉള്ളത്, അല്ലേ? റീബർത്തും പുനർജന്മവും. അപ്പം ഞാൻ തമാശയായിട്ട് എൻ്റെ വക്കീലത്ത് പറയും, അപ്പം ഞാനിനി നമുക്ക് ഈ അടുത്ത ജന്മം ഇത് വരുമ്പോൾ നമുക്ക് ഇതിനെ കേസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമല്ലോ, അല്ലേ? അടുത്ത ജന്മത്തിൽ, ഈ ജന്മത്തിൽ ഇത് തീരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ അങ്ങനെ രക്ഷയുള്ളൂ. ദാറ്റ് ഈസ് ദ ഓൺലി വേ. മെനി തിങ്സ് ഇൻ ലൈഫ് ദേ ആർ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കത്തില്ല. എല്ലാം ഫിക്സ് ചെയ്യാന്നുള്ള വിചാരിച്ചുകൊണ്ടാണ് അത്. അതിൻ്റെ ഏറ്റവും ഡേഞ്ചറസ്, നമ്മൾ വളരെ അധികം വിശ്വസിച്ച് ചെല്ലത്ത് നമ്മുടെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അവർ നാളെ നമുക്ക് എനിമി ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അവർക്ക് അറിയാം. അവരാണ് പിന്നെ ഏറ്റവും വലിയ തലവേദനയും പാരയുമായിട്ട് മാറുന്നത്. അത് ഐ തിങ്ക് ദാറ്റ് അർച്ചനാജി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. യെസ് നമ്മൾ യെസ് ഡെഫിനറ്റ്ലി വേണു സർ. വെരി സോ ഡേഞ്ചറസ് ആണ്, വെരി ഡേഞ്ചറസ്. സൂക്ഷിക്കണം. ഉം. താങ്ക് യു വേണു സർ. ഉം. ഷഫീന മാം, ഞാൻ സംസാരിച്ചോട്ടെ? യെസ് രത്ന മാം പ്ലീസ്. ഷഫീന മാം, വളരെ നന്നായിരുന്നു കേട്ടോ ടോപ്പിക്. ഹീലിംഗ് ഫ്രം താങ്ക് വിതിൻ യു. എന്നുള്ളത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പറഞ്ഞു മാം. പിന്നെ ആ, ഹീലിംഗ് എന്നുള്ള വേർഡ് തന്നെ അതിൽ തന്നെ ഉണ്ടല്ലോ, ഹീലിംഗ് എങ്ങനെ നമുക്ക് ചെയ്യാം. ആ അക്രോണിയം ഉം, എക്സ്പ്ലെയിൻ ചെയ്തതും വളരെ നന്നായി. ആ, പിന്നെ നമ്മൾ ഈ വേദനകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ അതൊരു ഭാരമാകുന്നുള്ളത് ആ സ്റ്റോറീസ് കൂടി പറഞ്ഞതും എനിക്ക് വളരെ നന്നായി തോന്നി. എന്തായാലും വളരെ ആ. നല്ലൊരു സെഷൻ ആയിരുന്നു. നന്നായി മാം പ്രസന്റ് ചെയ്തു. താങ്ക് യു മാം. താങ്ക് യു, താങ്ക് യു. ഹലോ ഹലോ, ഹായ് മാം. മാം. ഹായ്. ഹലോ കുറേ ആയി. ഹലോ, കേൾക്കാമോ? ഹലോ. ആ, കേട്ടോ. യെസ് പിന്നെ ശൈല മാം, മാം പറയൂ. ഞാൻ കുറേ ആയി കയറിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി, നന്നായി പ്രസന്റ് ചെയ്തു. അക്രോനിം ഒക്കെ പറഞ്ഞിട്ട് അതിനെ ഓരോരോ പോയിന്റുകളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ കഥകൾ പറഞ്ഞു. ഓക്കെ, ശരിക്കും ഒരു സിറ്റുവേഷന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സങ്കടങ്ങൾ വരുത്തുന്ന ചില സിറ്റുവേഷൻസിനെ അത് മാറുന്നില്ല എങ്കിൽ അതിനെ ഒരു അവസ്ഥയാണ്, അതൊരവസ്ഥയാണെന്ന് കണ്ട് അതിന് നമുക്ക് ഉൾക്കൊള്ളാൻ ഒരു മനസ്സുണ്ടായാൽ നമുക്കൊരു പകുതി ആശ്വാസം കിട്ടും എന്നുള്ളത് വളരെ വളരെ കറക്റ്റാണ്. അത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്തു പോകാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ചിലതിനെ നമ്മൾ സിറ്റുവേഷനായിട്ട് ആ സിറ്റീസ് നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ, അത് കഴിയണം എന്നില്ല, എല്ലായ്പ്പോഴും നമുക്ക് തിയറി പ്രാക്ടിക്കലി വർക്കബിൾ ആവണമെന്നില്ല. പക്ഷെ എങ്കിലും നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു സിറ്റുവേഷനായിട്ട് നമ്മൾ അതിനങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക, അതങ്ങനെയാണ് എന്ന്. കുറെ കാര്യങ്ങൾ എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് നമുക്ക് അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. ശരിക്കും അതൊരു സിറ്റുവേഷനാണ്, അതാണ് അവസ്ഥ. അതിനെ ഒരു റിയാലിറ്റി ആയിട്ട് കണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. താങ്ക് യു, നല്ല ഒരു സെഷൻ എടുത്തതിന് മാമിനും എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശൈല മാം. ഹലോ ഷെഫിന മാം. യെസ്. യെസ് മാം. വളരെ നല്ല സെഷൻ ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നന്നായിട്ട് തന്നെ മാം ഇമോഷണൽ ഇമ്പോർട്ടൻസും അനാവശ്യമായിട്ടുള്ള മാറ്റാനും ലൈഫ് സിമ്പിൾ ആക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് മാം പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും എന്താ പറയാ, നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാന്ന് എനിക്ക് തോന്നിയത്, നമുക്കിപ്പോ ദേഷ്യമാണെങ്കിൽ ചെറുതായിട്ട് ദേഷ്യപ്പെടുക, സങ്കടമാണെങ്കിൽ അത് കാണിക്കാന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങള് എന്താ ഒരു തീമായിരുന്നു മാമിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. വളരെ ഇഷ്ടപ്പെട്ടു. മാം എക്കണോമിക്സ് ഒക്കെ എന്താ പറയുക വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സിമ്പിളായിട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മാമിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. ഇമോഷൻസിന് സിമ്പിളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താണ് എനിക്ക് മാമിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്. നന്നായിരുന്നു. ഓക്കെ സൽമാൻ. യെസ്, എല്ലാവരുടെയും ഫീഡ്ബാക്ക് കഴിഞ്ഞു തോന്നുന്നു. ഷെഫിന മാം വളരെ നല്ലൊരു ടോപ്പിക്ക് നല്ല രീതിയിൽ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് എല്ലാ ഏരിയാസും കവർ ചെയ്ത് പറഞ്ഞു എന്നുള്ളതാണ്. അതിലെനിക്ക് യെസ്. ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നിയത്, മാം പറഞ്ഞല്ലോ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ഒരാളുടെ അടുത്ത് പറയാം, ഒരാളോട് ഷെയർ ചെയ്യാം. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ മാം പറയുന്നുണ്ട്, ഒരാളില്ല എന്ന് വരുമ്പോൾ
എല്ലാവർക്കും ഇപ്പൊ ഒരാളുണ്ടാവണം എന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മളൊരു സുപ്പീരിയർ ഒരു പവറിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഏത് പവറാണെങ്കിലും അതിൽ കൂടുതൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ മാം പറഞ്ഞിരുന്നു ഒരു ഇതും കൂടി അല്ലെ, ജേർണലിങ്ങിന്റെ ഒരു ഓപ്ഷനും കൂടി പറഞ്ഞു. യെസ്, അപ്പൊ ഡെഫിനറ്റ്ലി ആളുകളില്ല എന്ന് വരുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ ഒരാളുണ്ടാവണം എന്നില്ല. ഇപ്പൊ വേണു സാർ പറഞ്ഞ പോലെ നമ്മൾ സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്താലും നമുക്ക് ലിമിറ്റ്സ് ഉണ്ട് അല്ലെ, നമുക്കൊരു 1 or 2 hour ഒക്കെ പറ്റുള്ളൂ, ശരിയാണ്. പക്ഷെ മാം പറഞ്ഞ പോലെ അതർ ഓപ്ഷൻസ് ലൈക്ക് ബിലീവിങ് ഇൻ ദാറ്റ് സുപ്പീരിയർ പവർ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്, അതുപോലെ തന്നെ ജേർണലിംഗ്, ഈ 2 ഓപ്ഷൻസും കൂടി തന്നപ്പം ശരിക്കും മനസ്സിലായി നമുക്കൊരാളില്ലാത്ത അവസ്ഥയിൽ. ഇപ്പൊ തീർച്ചയായിട്ടും കേട്ടിരിക്കുന്നവർ പലവരും ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ, എനിക്ക് അങ്ങനെ എന്നെ കേട്ടിരിക്കാൻ ഒരാളില്ലല്ലോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു. അപ്പൊ അതിനൊരു സൊല്യൂഷൻ കൂടി ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു. വളരെ നല്ല രീതിയിൽ തന്നെ അത് റെൻഡർ ചെയ്തു. ഈ ഒരു സെഷൻ മനോഹരമായി എടുത്ത ഷെഫീന മാമിനും അതുപോലെ മാമിന് നല്ലൊരു ഇൻട്രോ തന്ന സൽമ മാമിനും രണ്ടുപേർക്കും ഒരുപാട് നന്ദി. അതുപോലെ ഈ ഒരു സെഷൻ ഇത്രയും നേരം കേട്ടിരുന്നതിനും അവരുടെ ഫീഡ്ബാക്കുകൾ തരികയും അവരുടെ ഇൻപുട്സ് നൽകിയതിനും ഒരുപാട് നന്ദി. ഇതുപോലെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് ബുധനാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. അന്നും ഈ ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം.